ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന മൊഡ്യൂൾ തന്നെ ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഇൻ സ്പേഷ്യൽ ഡൊമെയിൻ ആൻഡ് ഇമേജ് സെഗ്മെൻറ്റേഷൻ ആണ്. ഓക്കെ അപ്പം ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഇൻ സ്പേഷ്യൽ ഡൊമെയിൻ എന്ന് പറയുമ്പം സ്പേഷ്യൽ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഏകദേശം ലൈക്ക് പിക്സൽസ് ചെയ്യുന്നു. സോ അവിടെ അതിൻ്റെ അകത്തുള്ള ഇമേജ് എൻഹാൻസ്മെൻറ്റ് ആൻഡ് ഇമേജ് സെഗ്മെൻറ്റേഷൻ. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ബേസിക് ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഫങ്ഷൻസ് ആണ്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ലോഗ് ട്രാൻസ്ഫോർമേഷൻസ്. വെരി സിമ്പിളാണ്. പവർ ലോ ട്രാൻസ്ഫോർമേഷൻ അതിനേക്കാൾ സിമ്പിളാണ്. കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് അത് ഭയങ്കര സിമ്പിളാണ്. സോ ബേസിക് ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഫങ്ഷൻസ് എന്ന് നോക്കാം. എൻഹാൻസിങ് ആൻ ഇമേജ്. അപ്പോൾ സ്പേഷ്യൽ ഡൊമെയിൻ എന്ന് പറയുമ്പം നമുക്കൊരു പിക്സൽസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ലേ, അതാണ് സ്പേഷ്യൽ ഡൊമെയിൻ. സോ ബേസിക് ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. എൻഹാൻസിങ് ആൻ ഇമേജ് പ്രൊവൈഡ്സ് ബെറ്റർ കോൺട്രാസ്റ്റ് ആൻഡ് മോർ ഡീറ്റെയിൽഡ് ഇമേജ് ആസ് കമ്പയർ ടു ദ നോൺ എൻഹാൻസ്ഡ് ഇമേജ്. ഒരു എൻഹാൻസ് ചെയ്യുന്നതിന് മുമ്പത്തുള്ള ഒരു പിക്ചറും നമ്മുടെ എൻഹാൻസ് ചെയ്ത പിക്ചറും കൂടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഒക്കെ കാണത്തക്ക രീതിയിൽ മോർ കോൺട്രാസ്റ്റ് ബെറ്റർ കോൺട്രാസ്റ്റ്. ഒത്തിരി കോൺട്രാസ്റ്റ് ആയാലും നമുക്ക് മോശമായിട്ട് പിക്ക് വരത്തുള്ളൂ. സോ നമ്മളൊരു ഗാലറി എടുക്കുക, അത് നമ്മൾ ബെറ്റർ കോൺട്രാസ്റ്റും നല്ല ഡീറ്റെയിൽസും മോർ ഡീറ്റെയിൽഡ് ഇമേജ് ആയിരിക്കും ഏറ്റവും നല്ലത്, അല്ലേ, as compared to non-enhanced image. So when compared to non-enhanced image, the image which is better is like a image which have better contrast as well as more detailed image. Okay, the transformation function that has been given below. നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ S=T(r) ആണ്. R എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. അപ്പം ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഡയറക്റ്റായിട്ടൊരു S കിട്ടുകയാണ്. സോ വെർ ആർ ഇസ് ദ പിക്സൽസ് ഓഫ് ദ ഇൻപുട്ട് ഇമേജ്. നമ്മുടെ ഇൻപുട്ട് ഇമേജ് ഇപ്പം ഒരു ഇമേജ് ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഒരു ഇമേജ് ഉണ്ടെന്നിരിക്കട്ടെ. ഒരു വീടിൻ്റെ ഒരു ഇമേജ് ഉണ്ടെന്നിരിക്കട്ടെ. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഇമേജ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഓരോ പിക്സൽസ്, ആ പിക്സൽസ്, അപ്പം ആർ എന്ന് പറഞ്ഞാൽ പിക്സൽസ് ഓഫ് ദ ഇൻപുട്ട് ഇമേജ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ പിക്സൽസ് ഓഫ് ദ ഔട്ട്പുട്ട് ഇമേജ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ പിക്സൽസ് ഓഫ് ദി ഇൻപുട്ട് ഇമേജ്, എസ് എന്ന് പറഞ്ഞാൽ പിക്സൽസ് ഓഫ് ദി ഔട്ട്പുട്ട് ഇമേജ് ആണ്. ഓക്കെ, അപ്പം സ്മോൾ ലെറ്റർ S=T(r). അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ പിക്സൽസ് ഓഫ് ദി ഇൻപുട്ട് ഇമേജ് ആണ്, എസ് എന്ന് പറഞ്ഞാൽ പിക്സൽസ് ഓഫ് ദ ഔട്ട്പുട്ട് ഇമേജ് ആണ്. സോ T is a transformation function that maps each value of R to each value of S. അപ്പം ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷനാണ്. T, which maps each R to S. So it's a transformation function which maps each R, that is the input pixels, to S. Okay. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇമേജ് എൻഹാൻസ്മെൻറ്റ് ക്യാൻ ബി ഡൺ ത്രൂ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പം നമുക്ക് ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ വഴി നമുക്ക് ഇമേജ് എൻഹാൻസ്മെൻറ്റ് നടത്താൻ പറ്റും. സോ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷനാണ് താഴെ തന്നിരിക്കുന്നത്. S=T(r). T is a transformation function where which maps each R to S, where R is the pixels of the input image and S is the pixels of the output image. There are three basic gray level transformation: linear transformation, log transformation and power law transformation. Very simple ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ. Linear transformation. First we look at the linear transformation. The linear transformation includes simple identity and negative transformation. അപ്പം ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ അകത്ത് നമുക്ക് ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻസും ഉണ്ട്. So it's like it is having identity and negative transformations. In identity, in this transformation, each value of the input image directly mapped to the other value of the output image. ഡയറക്റ്റ്ലി നമ്മൾ മാപ്പ് ചെയ്യുക. അതായത് 0 വന്നു കഴിഞ്ഞാൽ 0 തന്നെ, 127 വന്നു കഴിഞ്ഞാൽ 127 തന്നെ, 255 വന്നു കഴിഞ്ഞാൽ 255 തന്നെ. സോ ഈച്ച് ഇൻപുട്ട് ഇമേജ്, that is each value of the input image. Okay, ഒരു ഇൻപുട്ട് ഇമേജ് ഉണ്ടെങ്കിൽ ഓരോ വാല്യൂവും ഡയറക്ട്ലി മാപ്സ് ടു ദ അതർ വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് ഇമേജ്. ഓക്കെ, ഈച്ച് വാല്യൂ ഓഫ് ദ ഇൻപുട്ട് ഇമേജ്, അത് നമുക്കൊരു ഇൻപുട്ട് ഇമേജ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ വാല്യൂ മാപ്സ് ടു ദ വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് ഇമേജ്. സോ ദ റിസൾട്ട് ഇൻ ദ സെയിം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ഇൻപുട്ടും സെയിം ഔട്ട്പുട്ടും ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു ഇതുണ്ടെങ്കിൽ 127 0 255 ഓരോന്നിനും കണ്ടോ ഡയറക്റ്റായിട്ട്
വരികയാണ്. ഓക്കെ, ദ റിസൾട്ട്സ് ഇൻ ദ സെയിം ഇൻപുട്ട് ഇമേജ് ആൻഡ് ഔട്ട്പുട്ട് ഇമേജ്. ഓക്കെ, അപ്പം ഇൻപുട്ട് ഇമേജും ഔട്ട്പുട്ട് ഇമേജും സെയിം ആയിരിക്കും. Next, we are looking on to the negative transformation. The second linear transformation is negative transformation, which is an invert of the identity transformation. Identity transformation ഒരു invert ആണ് negative transformation എന്ന് പറയുന്നത്. Each value of the input image is subtracted from the L-1 and mapped onto the ഔട്ട്പുട്ട് ഇമേജ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഇൻപുട്ട് ഇമേജിൽ ഓരോ വാല്യൂസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും ഫ്രം ദ L-1. L-1 എന്ന് പറയുമ്പം എന്താണ്, നമുക്കിപ്പം L എന്ന് പറയുന്നത് 256 ആണെങ്കിൽ 0 to 255, അതായത് 256 ആണ്. 256 - 1 - R. സോ സബ്ട്രാക്റ്റഡ് ഫ്രം ദ L-1. ഓക്കെ, അതായത് നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ അവസാനത്തെ L-1 അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് 255 ആണ്. ഓക്കെ, അത് -6. സോ സബ്ട്രാക്റ്റഡ് ഈച്ച് വാല്യൂ ഓഫ് ദി ഇൻപുട്ട് ഇമേജ് ഫ്രം ദ L-1 and mapped onto the output image. S is equal to L-1 minus R. Okay, since the input image of the instant is 8 BPP image, so the number of levels in this image are 8 BPP. Then levels are 256. Okay, അപ്പോൾ L തന്നെ ലെവൽസ് ആണ്. അപ്പം ഇവിടെ ഇമേജ് ഓഫ് ദി ഇൻസ്റ്റൻറ്റ് ഈസ് 8 BPP. ഓക്കെ, 8 BPP ആണ്. And input image of the instant is an 8 BPP image. So the number of the levels in this image are 256. So ഇവിടെ levels are 256 ആണ്. So putting 256 in the equation, we get 255 minus R. അതാണ് equal to SC. അതായത് ഇവിടുത്തെ ഗ്രാഫ് നോക്കിയാൽ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കണ്ടോ, അതായത് 0 വന്നു കഴിഞ്ഞാൽ 255 ആണ്. അതേസമയം 255 വന്നു കഴിഞ്ഞാൽ 0 ആണ്. പക്ഷേ 127 തന്നെയാണ്, കണ്ടോ. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ ലോഗറിതമിക് ട്രാൻസ്ഫോർമേഷൻസ് ആണ് പഠിക്കുന്നത്. സോ നെഗറ്റീവ് ട്രാൻസ്ഫോർമേഷൻ പഠിച്ചു, ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ ലോഗറിതമിക് ട്രാൻസ്ഫോർമേഷനാണ് അടുത്തത്. Okay, logarithmic transformation further contains two types of transformation. So log transformation and inverse log transformations. The log transformation the equation another S is equal to C log R plus 1. ഓർത്തിരിക്കുക, S is equal to C log R plus 1. R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പിക്സൽസ് ഓഫ് ദി ഇൻപുട്ട് ഇമേജ്. അത് +1 ചെയ്ത കാരണം നമുക്കിപ്പം 0 വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് പിന്നെ ഇൻഫിനിറ്റി ആയപ്പോൾ അത് വരാതിരിക്കാനാണ് R+1 ചെയ്തത്. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, എസ് എന്ന് പറഞ്ഞാൽ പിക്സൽസ് ഓഫ് ദ ഔട്ട്പുട്ട് ഇമേജ്. സോ S is equal to C log R plus 1, where S and R are the pixel values of the output and input image, and C is the constant. Okay, the value 1 is added to each of the pixel value of the input image, because if there is any pixel intensity of 0, then log 0 is equal to infinity. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ആവും S, അത് പാടില്ല. So 1 is added to make the minimum value at least 1. ഓക്കെ, അപ്പം നമ്മൾ S is equal to C log R plus 1 ആണ് ചെയ്യുന്നത്. During log transformations, the dark pixel in an image are expanded as to compare to the higher pixel values. During log transformation, ലോഗിന് ട്രാൻസ്ഫോർമേഷൻ സമയത്ത് the dark pixels in an image are expanded as, അപ്പം നമ്മളിപ്പോൾ കോൺട്രാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഓർക്കുക. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുവിധം ഡാർക്കായിട്ടുള്ളത് നല്ല വൈറ്റാക്കി കാണിക്കും, വൈറ്റായിട്ടുള്ള ഭയങ്കര വൈറ്റായിട്ട് കാണിക്കും, ആൻഡ് നല്ല ഡാർക്കായിട്ടുള്ളത് അത് വലിയ രീതിയിലൊന്നും മാറത്തില്ല. Okay, likewise. So during log transformation, the dark pixels in an image are expanded as compared to the higher pixel values. So dark pixels expand ചെയ്യപ്പെടും ആസ് കമ്പയർഡ് ടു ദ ഹയർ പിക്സൽ വാല്യൂസ്. അതായത് ഞാനിപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കാം, അതിന് മുമ്പായിട്ട് അടുത്ത പോയിന്റ് കൂടെ വായിക്കാം. ദ ഹയർ പിക്സൽ വാല്യൂസ് ആർ കൈൻഡ് ഓഫ് കംപ്രസ്ഡ് ഇൻ ലോഗ് ട്രാൻസ്ഫോർമേഷൻ. ലോഗ് ട്രാൻസ്ഫോർമേഷൻ പ്രൊഡ്യൂസസ് ഹയർ കോൺട്രാസ്റ്റ് ഇമേജ്. ഹയർ പിക്സൽ വാല്യൂസ്, അതായത് കൂടുതലായിട്ടുള്ള പിക്സൽ വാല്യൂസ് ആർ കൈൻഡ് ഓഫ് കംപ്രസ്ഡ് ഇൻ ലോഗ് ട്രാൻസ്ഫോർമേഷൻസ്. അതായത് അപ്പം ഇവിടെ നോക്കാം, നമുക്കിവിടെ ലോഗ് ട്രാൻസ്ഫോർമേഷൻ ഞാൻ പറയാം, അത് പ്രൊഡ്യൂസസ് ഹൈ കോൺട്രാസ്റ്റ് ഇമേജസ്. ഓർക്കാം,
Okay, log transformation produces high contrast images. So during the log transformation, the dark pixels in the image are extended as compared to the higher pixels. നമ്മൾ ഇപ്പം കുറച്ചുകൂടെ ഹയർ പിക്സൽസ്, അതായത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളതൊക്കെ അതേപടി തന്നെ ഇരിക്കും. അതേപടി തന്നെ ഇരിക്കത്തില്ല, കുറച്ച് എക്സ്പാൻഡ് ചെയ്യത്തുള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് ഡാർക്ക് പിക്സൽസ് ഇൻ ഇമേജ് ആർ expanded higher when compared to the lower pixels. The higher pixel values are kind of compressed in log transformation. അപ്പം ഹയർ ആയിട്ടുള്ള പിക്സൽ വാല്യൂസ് ലോഗ് ട്രാൻസ്ഫോർമേഷനിൽ കംപ്രസ്ഡ് ആയിരിക്കും, വലിയ രീതിയിൽ നിന്ന് എക്സ്പാൻഡ് ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് കംപ്രസ്ഡ്. ബട്ട് നമ്മുടെ ലോവർ പിക്സൽസ് നല്ല രീതിയിൽ ഹൈലി എക്സ്പാൻഡ് ആയിരിക്കും. ദ ലോഗ് ട്രാൻസ്ഫോർമേഷൻ പ്രൊഡ്യൂസസ് ഹൈ കോൺട്രാസ്റ്റ്. അപ്പം ഇത് ഹൈ കോൺട്രാസ്റ്റ് ഇമേജസ് തരും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഇമേജസ് നോക്കുക. ഓക്കെ, ഈ രണ്ട് ഇമേജ് നോക്കുമ്പോൾ ഐൻസ്റ്റീൻ്റെ പടം ആദ്യം ഡാർക്കാണ്. ഓക്കെ, പക്ഷേ നമ്മളിപ്പം അതിനെ കോൺട്രാസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും നേരത്തെ വൈറ്റ് ആയിരുന്നത് വലിയ രീതിയിലൊന്നും എക്സ്പാൻഡ് ആവത്തില്ല. പക്ഷേ അതേസമയം കുറച്ച് ഒന്ന് ഡാർക്കായിരുന്നതൊക്കെ നല്ല രീതിയിൽ കോൺട്രാസ്റ്റായി, നല്ല രീതിയിൽ വൈറ്റായി. പക്ഷേ അതേസമയം നോക്കുക, ഡാർക്കായിട്ടുള്ളത് വലിയ മാറ്റമില്ല, നല്ല ഡാർക്കായിട്ടുള്ള ഈ ഭാഗമൊന്നും വലിയ മാറ്റമില്ല. ഓക്കെ, സോ ഇതാണ് സംഭവം. സോ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അതായത് ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം, ഓക്കെ, ഇവിടെ നോക്കാം. ഓക്കെ, നോക്കാം. അപ്പം ആദ്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭാഗം നോക്കാം, ഇൻപുട്ട് ഗ്രേ ലെവൽ. ഇവിടെ നോക്ക്, ഈ നാരോ ഇൻപുട്ട് റേഞ്ചില്ലേ, അതായത് ഈ ഭയങ്കര ഡാർക്കായിട്ടുള്ള കാര്യം, അത് വലിയ രീതിയിൽ മാറ്റമില്ല. നമ്മളിവിടെ നോക്കിക്കേ, ഇപ്പം ഈ റീജിയനൊക്കെ അൺഎഫക്റ്റഡ് ആണ്. അത് മനസ്സിലായോ? ഇതൊക്കെ അൺഎഫക്റ്റഡ് ആണ്. ഓക്കെ, ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പം ഇവിടെയൊക്കെ ഉള്ള പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ അൺഎഫക്റ്റഡ് ആണ്. ഓക്കെ, വലിയ രീതിയിൽ അൺഎഫക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ അതേസമയം L/4 എടുക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ഡാർക്കായിട്ടുള്ള സംഭവമൊക്കെ നല്ല രീതിയിൽ എക്സ്പാൻഡായി എന്തായിട്ടുണ്ട്, 3L/4 ആയിട്ടുണ്ട്. പക്ഷെ അതേസമയം നമ്മളിവിടെ ഭയങ്കര വൈറ്റായിട്ടുള്ളതൊക്കെ നോക്കി ഇറ്റ്സ് ലൈക്ക് അതേപോലെ തന്നെ റിമൈൻ ആവുന്നു, കണ്ടോ? സോ ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് കംപ്രഷൻ. അതാണ് ലോഗ് ട്രാൻസ്ഫോർമേഷൻ. ഇനി ഇൻവേഴ്സ് ലോഗ് ട്രാൻസ്ഫോർമേഷൻ is like inverse log transformation is like opposite of the log transform. So here the higher input pixel value, അതായത് ഒത്തിരി വലിയതായിട്ടുള്ള പിക്സൽ വാല്യൂ ലോവർ ഔട്ട്പുട്ട് പിക്സൽ വാല്യൂ ആക്കും. അതായത് നല്ല ബ്രൈറ്റായിട്ടുള്ളതിനെ ഓക്കെ അതിനെ ലോവർ പിക്സൽ വാല്യൂ ആക്കും, അതായത് ഡാർക്ക് ആവും. ഇപ്പോൾ 3L/4 കണ്ടോ, L/4 ആയി, അതായത് ബ്രൈറ്റ്നെസ് കുറഞ്ഞു. ഓക്കെ, ഇതാണ് ഇൻവേഴ്സ് ലോഗിൻ്റെ ഗ്രാഫ്. ഓക്കെ, അപ്പം അത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? കുറഞ്ഞു എന്നല്ല അർത്ഥം. പിന്നെ ഇത് നോക്കിയേ, ഇത് അതിനെക്കാട്ടും കുറഞ്ഞു, ഇത് നോക്കിയേ അതിനെക്കാട്ടും കുറഞ്ഞു. സോ നമുക്കൊരു ഡാർക്ക് ഇമേജാണ് കിട്ടുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഹയർ ഇൻപുട്ട് പിക്സൽ ഗീവ്സ് ലോവർ ഔട്ട്പുട്ട് പിക്സൽ വാല്യൂ. സോ ഇറ്റ്സ് ലൈക്ക് ലോ കോൺട്രാസ്റ്റ് ഔട്ട്പുട്ട് ഇമേജാണ് ഇൻവേഴ്സ് ലോഗ് ട്രാൻസ്ഫോർമേഷൻ തരുന്നത്. സോ ഈ ഗ്രാഫ് നല്ല രീതിയിൽ പഠിക്കുക. ഇനി അടുത്ത പവർ ലോ ഗാമ ട്രാൻസ്ഫോർമേഷൻ. പവർ ലോ ട്രാൻസ്ഫോർമേഷൻ of two types transformation, nth power transformation and the nth root transformation. So it's like nth power ഉണ്ട്, nth root, മേളിലുള്ളതാണ് nth root, താഴെയുള്ളതാണ് nth power. സോ ഇത് നോക്കാം, is of two types of transformation, nth power transformation and the nth root transformation. സോ ഇവിടെ എന്ന് വെച്ചാൽ മറ്റൊന്ന് C+log r+1 ആണ് അല്ലേ, C×log r+1 ആയിരുന്നു, C×log r+1. ഇവിടെ തന്നെ C×r⁻γ, S is equal to C×r⁻γ. ഓക്കെ, അപ്പം ഇവിടെ എന്ന് വെച്ചാൽ വേരിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഗാമ വേരിയസ് ദ എൻഹാൻസ്മെൻറ്റ് ഓഫ് ദ ഇമേജ്. അതായത് ഗാമയിലുണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് ഇമേജസിൻ്റെ എൻഹാൻസ്മെൻറ്റിൽ ചേഞ്ച് ആവും. സോ വേരിയേഷൻ ഓഫ് ദ ഗാമ changes the enhancement of the images. So C is it's a constant. Okay, different display devices, monitors have their own gamma correction. That's why they display the image at different intensity.
ഡിഫറെൻറ്റ് ഡിസ്പ്ലേ ഡിവൈസസ്, അതായത് ഓരോരോ ഡിസ്പ്ലേ ഡിവൈസസ് ഉണ്ടല്ലോ, മോണിറ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പം അത് ഹാവ് ദെയർ ഓൺ ഗാമ കറക്ഷൻ. അവർക്ക് അവരുടേതായ ഗാമ കറക്ഷൻസ് ഉണ്ട്. ദാറ്റ്സ് വൈ ദ ഡിസ്പ്ലേ ദെയർ ഇമേജ് ആർ ഡിഫറെൻറ്റ് ഡെൻസിറ്റി. അവർക്ക് അവരുടേതായ ഗാമ കറക്ഷനുണ്ട്. അതുകൊണ്ട് അവർ എന്താണ് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിയിൽ അവർ ഡിസ്പ്ലേ ചെയ്യും images. This type of transformation is used for enhancing images for different types of display devices. So this type of transformation is used for enhancing images for a different types of display devices. Different types of display devices ബേസ് ചെയ്തിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഗാമ കറക്ഷൻ എന്ന് പറയുന്നത്. ദ ഗാമ ഓഫ് ഡിഫറെൻറ്റ് ഡിസ്പ്ലേ ഡിവൈസസ് ഇസ് ഡിഫറെൻറ്റ് ഡിസ്പ്ലേ ഡിവൈസസിന് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിന് ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസ് കാണിക്കാൻ ഡിഫറെൻറ്റ് ഡിസ്പ്ലേ ഡിവൈസസിന് കാണിക്കാനായിട്ടാണ്. ദ ഗാമ ഓഫ് ഡിഫറെൻറ്റ് ഡിസ്പ്ലേ ഡിവൈസസ് ഇസ് ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഗാമ ഓഫ് ദ കാഥോഡ് റേ ട്യൂബ് ലൈസ് ബിറ്റ്വീൻ 1.8 to 2.5. ഓക്കെ,